ഓക്കേടാ, നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ ടോപ്പിക്ക് ഏതാണ്? ബയോളജി ആണ്. ബയോളജിയിലെ ഫസ്റ്റ് തുടക്കത്തിൽ നിന്നാണ് നമ്മൾ പോകുന്നത്. എന്താണ്? മനുഷ്യശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്. അതിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് കോശം. എന്താണ്? കോശം. ജീവികളുടെ ഘടനാപരവും ജീവധർമ്മവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. എല്ലാ ശരീരവും എന്തുകൊണ്ട് നിർമ്മിതമാണ്? കോശം കൊണ്ട് നിർമ്മിതമാണ്. കോശത്തെ കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സെൽ എന്ന വാക്കിന്റെ അർത്ഥം ലാറ്റിൻ വാക്കാണ്, അർത്ഥം ചെറിയ മുറി. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? തിയോഡർ ഷ്വാനും. കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ടാണ്. അപ്പോൾ കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് MJ സ്ലീഡനും തിയോഡർ ഷ്വാനും. ഈ കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ച രണ്ട് മുഖ്യ ആശയങ്ങളാണ്: എല്ലാ ജീവശരീരവും കോശ നിർമ്മിതമാണ്, ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ. കോശം ആദ്യമായി കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? റോബർട്ട് ഹുക്ക്. കോശത്തെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ആദ്യ പുസ്തകമാണ് മൈറ്റോഗ്രാഫിയ 1665. ഈ മൈറ്റോഗ്രാഫി എഴുതിയതാരാണ്? റോബർട്ട് ഹുക്ക്. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച വ്യക്തിയാണ് റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി. അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ. നമ്മുടെ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നല്ലേ? കോശകേന്ദ്രം കണ്ടെത്തിയതാരാണ്? റോബർട്ട് ബ്രൗൺ. 1831 എന്നാണ്? 1831. ജീവനുള്ള കോശം ആദ്യമായി കണ്ടുപിടിച്ചതാരാണ്? ആൻഡ് വാൻ ലുവാൻ ഹുക്ക്. ലൈവ് ജീവനുള്ളത്. അപ്പൊ ആൻഡ് വാൻ ലുവാൻ ഹുക്ക്. പ്രധാന കോശഭാഗങ്ങളാണ് മർമ്മം, കോശദ്രവ്യം, കോശസ്തരം, കോശഭിത്തി, മൈറ്റോകോൺട്രിയ, ഫേനം. ഒരു കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവികൾ. ഇനി ഏകകോശ ജീവികളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു കോശമേ ഉള്ളൂ. അത് സ്വതന്ത്രമായി നിലനിൽക്കുന്നു, ജീവൻ ആവശ്യമായ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏകകോശ ജീവികളാണ് ഏതൊക്കെ? അമീബ, പാരാമീസിയം, യൂഗ്ലീന, ബാക്ടീരിയ. അമീബ, ബാക്ടീരിയ, യൂഗ്ലീന, പാരാമീസിയം. രണ്ടോ അതിലധികമോ കോശങ്ങളുള്ള ജീവികളാണ് ബഹുകോശ ജീവികളാണ് സസ്യങ്ങളും ജന്തുക്കളും. ഇനി നോക്കിയോ, കോശത്തിന്റെ ആവരണമാണ് കോശസ്തരം. ഒരു ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് കോശസ്തരം. കോശസ്തരം ലിപ്പിഡുകളും പ്രോട്ടീനും കൊണ്ട് നിർമ്മിതമാണ്. അപ്പൊ കോശസ്തരം എന്തൊക്കെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലിപ്പിഡും പ്രോട്ടീനും. കോശസ്തരത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക ആരാണ് അവതരിപ്പിച്ചത്? സിംഗർ ആൻഡ് നിക്കോൾസൺ. സിംഗറും നിക്കോൾസണും ചേർന്നാണ് കോശത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക അവതരിപ്പിച്ചത്. അപ്പൊ കോശത്തിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മാതൃക അവതരിപ്പിച്ച ആരൊക്കെയാണ്? സിംഗർ ആൻഡ് നിക്കോൾസൺ. 1972. കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ദ്രവ്യമാണ് കോശദ്രവ്യം, അല്ലെങ്കിൽ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ജീവദ്രവ്യം. ജീവദ്രവ്യത്തിനുള്ളിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. എന്താണ്? കോശസ്തരത്തിനകത്ത് നിറഞ്ഞിരിക്കുന്ന ആ ദ്രവ്യ പദാർത്ഥമാണ് കോശദ്രവ്യം. കോശത്തിനുള്ളിലുള്ള എല്ലാത്തിനെയും കൂടെ ചേർത്ത് എന്ത് വിളിക്കും? ജീവദ്രവ്യം. ഈ ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ഭാഗമാണ് കോശദ്രവ്യം. ഒരു സസ്യകോശത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ് കോശഭിത്തി. കോശസ്തരം ആരുടേതാണ്? ജന്തുകോശത്തിന്റെ ഏറ്റവും പുറമേ ഉള്ളത് കോശസ്തരവും സസ്യകോശത്തിന്റെ ഏറ്റവും പുറമേ ഉള്ളത് കോശഭിത്തി. കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന വസ്തുവാണ് സെല്ലുലോസ്. സെല്ലുലോസ്. എന്താണ്? സെല്ലുലോസ്. നമ്മളിനി കേട്ടിട്ടുണ്ടല്ലേ പാസീവ് ട്രാൻസ്പോർട്ട്, അതുപോലെ ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് കേട്ടിട്ടില്ലേ? അപ്പൊ നിഷ്ക്രിയ സംവഹനം, പാസീവ് ട്രാൻസ്പോർട്ട് എന്താണ്? മരണധാര്യ സ്ഥലത്തിലൂടെയുള്ള തന്മാത്രകളുടെ ഊർജം ഉപയോഗിക്കാതെ, വെറുതെ ഊർജം ഒന്നും ഇല്ലാതെ പോകുന്നതിനെയാണ് ചലനത്തിനെ എന്ത് വിളിക്കുന്നതാണ്? നിഷ്ക്രിയ സംവഹനം. എന്തിന്റെ ആവശ്യമില്ല? ഊർജം ഇല്ലാതെയുള്ള ചലനത്തിനെ വിളിക്കുന്ന പേരാണ് നിഷ്ക്രിയ സംവഹനം. ഇത് ഓസ്മോസിസ്, വ്യതിവ്യാപനം എന്ന് പറഞ്ഞാൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ജല തന്മാത്രകളുടെ വ്യാപനമാണ് ഓസ്മോസിസ്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തോട്ട് ജല തന്മാത്രകളുടെ വ്യാപനത്തിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. ഇനി എന്തായിരിക്കും സക്രിയ സംവഹനം? നമ്മൾ നേരത്തെ നിഷ്ക്രിയം പറഞ്ഞു. എന്താണ്? ഊർജം ഇല്ല. അപ്പൊ എന്തായിരിക്കും സക്രിയം? ഊർജം വേണം. എപ്പോഴാണ് ഊർജം വേണ്ടത്? ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞെടുത്തോട്ട് വരാൻ ഊർജത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ എപ്പോഴായിരിക്കും ആവശ്യമുള്ളത്? ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തോട്ട് പദാർത്ഥങ്ങളുടെ സംവഹനമാണ് ഏത്? സക്രിയ സംവഹനം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മറ്റേതാണെങ്കിൽ പാസീവ് ട്രാൻസ്പോർട്ട്. വ്യതിവ്യാപനമാണെങ്കിൽ ഓസ്മോസിസ്.
ഇത്തരത്തിലുള്ള സംവഹനത്തിന് ഊർജം അഥവാ ATP തന്മാത്രകൾ ആവശ്യമാണ്. അപ്പൊ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ സക്രിയ സംവഹനത്തിന് എന്ത് വേണം? ATP അഥവാ ഊർജം ആവശ്യമാണ്. ഇനി കോശത്തിന്റെ വലിപ്പം. ജീവജാലങ്ങളുടെ ശരീര വലിപ്പവും കോശത്തിന്റെ വലിപ്പവും തമ്മിൽ ബന്ധം ഇല്ല. അപ്പോൾ ജീവജാലങ്ങളുടെ ശരീര വലിപ്പവും കോശ വലിപ്പവും തമ്മിൽ ബന്ധമൊന്നും ഇല്ല. ശരീര വലിപ്പവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കോശത്തിന്റെ എണ്ണമാണ്. അപ്പോൾ വലിയ ശരീരമാണെങ്കിൽ കോശത്തിന്റെ എണ്ണം കൂടുതലായിരിക്കും, അല്ലാതെ അവിടെ എന്താണ് വലിപ്പത്തില് വ്യത്യാസം ഇല്ല. കോശങ്ങൾ ആകൃതിയിലും വലിപ്പത്തിലും ധർമ്മത്തിലും വളരെയധികം വ്യത്യാസം പുലർത്തുന്നു. ആകൃതിയില് അതുപോലെ എണ്ണത്തില് വലിപ്പത്തില് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് വ്യത്യാസം പുലർത്തുന്നുണ്ട്. ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ അല്ലെങ്കിൽ PPLO എന്ന് പറയും. ഇനി ഏറ്റവും വലിയ കോശമാണ് പക്ഷിയുടെ മുട്ട. അപ്പൊ ഏറ്റവും ചെറിയ കോശം മൈക്കോപ്ലാസ്മ, ഏറ്റവും വലിയ കോശം ഒട്ടകപ്പക്ഷിയുടെ മുട്ട. ഇനി മർമ്മം. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. എല്ലാ കോശത്തിനകത്തും എന്തുണ്ട്? മർമ്മമുണ്ട്. ഈ മർമ്മമാണ് ആ കോശത്തിനെ എന്ത് ചെയ്യുന്നത്? നിയന്ത്രിക്കുന്നത്. കോശത്തിലെ വിവിധ ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട്. മാംസ്യ തന്മാത്രകളുടെ നിർമ്മാണം മർമ്മത്തിലെ ക്രോമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ്. അതിനാൽ മർമ്മം കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമെന്ന് അറിയപ്പെടുന്നു. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക? ആ ഒരു കോശത്തിന്റെ ഘടന ആ ഒരു പിക്ചറും കൂടി എടുത്ത് വെച്ചിട്ട് ഓരോ ഭാഗങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ കണ്ട് ഇതും കൂടി കേട്ട് പോയാൽ കുറച്ചും കൂടി എന്ത് ചെയ്യും? മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എടുത്ത് വെച്ചോ. എനിക്ക് കാണാം. ഓക്കെ. ഒന്ന് നോക്കിയോ. ഒരു കോശത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഭാഗമാണ് ഏത്? കോശമർമ്മം. പ്രധാന കേന്ദ്രമല്ലേ. അപ്പൊ എല്ലാത്തിനും നിയന്ത്രിക്കുന്ന ആരാണ്? കോശമർമ്മം. ആരാണ് കോശമർമ്മം കണ്ടെത്തി? നമ്മൾ നേരത്തെ പറഞ്ഞു, റോബർട്ട് ബ്രൗൺ. കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. അപ്പൊ മർമ്മം ഉള്ള ജീവികളാണ് യൂകാരിയോട്ടുകൾ. അപ്പൊ മർമ്മം ഇല്ലാത്തതാണ് ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. നമ്മൾ പറഞ്ഞ ഏറ്റവും ചെറിയ കോശമാണ് ഏത്? മൈക്കോപ്ലാസ്മ. അപ്പൊ ഈ മൈക്കോപ്ലാസ്മയിൽ എന്തില്ല? മർമ്മം ഇല്ല. ബാക്ടീരിയ, സൈനോബാക്ടീരിയ, മൈക്കോപ്ലാസ്മ. ഇനി മർമ്മം ഉള്ള ജീവികളാണ് യൂകാരിയോട്ടുകൾ. അതാണ് അമീബ, ജന്തുക്കള്, സസ്യങ്ങൾ. അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ. അപ്പോ എന്താണ്? മർമ്മം കാണപ്പെടാത്ത കോശത്തിൽ മർമ്മം കാണപ്പെടാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ. കോശത്തിൽ വ്യക്തമായ മർമ്മമുള്ള ജീവികളാണ് യൂകാരിയോട്ടുകൾ. കോശ വിഭജനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ കോശം എന്ത് ചെയ്യാറുണ്ട്? വിഭജിക്കാറുണ്ട്. ഈ കോശ വിഭജനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ മർമ്മത്തിന് പകരം നിശ്ചിത ആകൃതിയുള്ള ക്രോമസോമുകൾ കാണപ്പെടുന്നു. ക്രോമാറ്റിനിൽ DNA-യും ബേസിക് പ്രോട്ടീനുകളായ ഹിസ്റ്റോണുകളും കുറച്ച് ഹിസ്റ്റോണുകൾ അല്ലാത്ത പ്രോട്ടീനുകളും RNA-യും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ഈ ക്രോമാറ്റിനിൽ എന്തൊക്കെയുണ്ട്? DNA ഉണ്ട്. അതുപോലെ ബേസിക് പ്രോട്ടീനുകളായിട്ടുള്ള ഏതൊക്കെയാണ്? ഹിസ്റ്റോണ്. അതുപോലെ ഹിസ്റ്റോൺ ഇല്ലാത്ത കുറച്ച് പ്രോട്ടീന് RNA. ഇതെല്ലാം എന്തിലുണ്ട്? ക്രോമാറ്റിനിൽ കാണപ്പെടും. ഒരു മനുഷ്യകോശത്തിൽ ഏകദേശം 2 മീറ്ററോളം നീളമുള്ള DNA തന്തുക്കൾ. എത്ര മീറ്ററാണ്? 2 മീറ്ററോളം നീളമുള്ള DNA തന്തുക്കൾ. മനുഷ്യനിലെ ക്രോമസോം സംഖ്യ എത്രയാണ്? 46. അപ്പോൾ എന്താണ്? ഒരു മനുഷ്യകോശത്തിൽ, മനുഷ്യന്റെ ആരാണ് പറയുന്നത്, ഏകദേശം 2 മീറ്ററോളം നീളമുള്ള DNA തന്തുക്കൾ 46 ക്രോമസോമുകളിലായി വിന്യസിച്ചിരിക്കുന്നു. ഓക്കെ അല്ലേ? ഒരു മനുഷ്യകോശം, അതിൽ ഏകദേശം 2 മീറ്റർ നീളമുള്ള DNA തന്തുക്കൾ എത്ര ക്രോമസോമുകളായിട്ട് വിന്യസിച്ചിരിക്കുന്നു? 46. 23. ഓരോ ക്രോമസോമിലും കോശവിഭജന സമയത്ത് മാത്രം കാണപ്പെടുന്ന പ്രാഥമിക ഇടുക്കാണ് സെൻട്രോമിയർ. എന്താണ്? സെൻട്രോമിയർ. ഓരോ ക്രോമസോമിലും കോശവിഭജന സമയത്ത് മാത്രം കാണപ്പെടുന്ന ഒരു പ്രാഥമിക ഇടുക്കാണ് സെൻട്രോമിയർ. സെൻട്രോമിയറിന്റെ ഇരുവശങ്ങളുമായി കാണപ്പെടുന്ന ഡിസ്ക് പോലെ ഇരിക്കുന്ന ഭാഗമാണ് കൈനറ്റോകോർ. എന്താണ്? കൈനറ്റോകോർ. ഈ സെൻട്രോമിയറിന്റെ ഇങ്ങനെ ഇരിക്കും. ഇതിന്റെ 2 വശത്ത് നടുക്ക് ഡിസ്ക് പോലൊരു സാധനം കാണും. അതിനെ വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർ. എന്താണ്? കൈനറ്റോകോർ. ഇതാ കണ്ട കൈനറ്റോകോർ. ഈ ഇടുക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രോമിയർ. ഓക്കെ അല്ലേ? കിട്ടിയാ? ഇതാണ് ഇടുക്ക്. ഈ രണ്ടും കൂടെ ചേർന്ന ഭാഗം, അവിടെ ഈ റൗണ്ടിൽ ഇരിക്കുന്ന പേരാണ് കൈനറ്റോകോർ. സാധനമാണ് ഡിസ്ക് പോലെ ഇരിക്കുന്ന സാധനമാണ് കൈനറ്റോകോർ. അടുത്ത ഓരോന്നായിട്ട് പറയാണേ. മർമ്മകം. ഓക്കെ. അതിന് മുന്നേ നമുക്ക് എന്താണ് ഓക്കെ കോശാംഗങ്ങളെ കുറിച്ച് പഠിക്കാം കേട്ടോ, അല്ലെങ്കിൽ വേണ്ട. മർമ്മകം. എന്താണ് മർമ്മകം?
RNA-യുടെ സജീവ നിർമ്മാണ കേന്ദ്രമാണ് മർമ്മകം. അപ്പൊ RNA നിർമ്മിക്കുന്നത് എവിടെയാണ്? RNA-യുടെ സജീവ നിർമ്മാണ കേന്ദ്രമാണ് മർമ്മകം. മർമ്മകം സ്ഥലത്താൽ വേർതിരിച്ചിട്ടില്ലാത്തത്, മർമ്മകം എന്ത് ചെയ്തില്ല? സ്ഥലം കൊണ്ട് വേർതിരിച്ചിട്ടില്ല. അപ്പൊ ഈ മർമ്മകം സ്ഥലത്താൽ വേർതിരിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് മർമ്മദ്രവ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇവ എന്ത് കാണപ്പെടുന്നത്. അപ്പൊ മർമ്മദ്രവ്യത്തിന്റെ തുടർച്ചയായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? മർമ്മകം. ഇതിനെ പ്രത്യേകിച്ച് എന്ത് ചെയ്തിട്ടില്ല? വേർതിരിച്ചിട്ടില്ല. മാംസ്യ സംശ്ലേഷണം സജീവമായി നടക്കുന്ന കോശങ്ങളിൽ വലിപ്പമേറിയ ധാരാളം മർമ്മകങ്ങൾ കാണപ്പെടുന്നു. മാംസ്യ സംശ്ലേഷണം നടക്കുന്ന കോശങ്ങളിൽ വലിപ്പമേറിയ എന്ത് കാണപ്പെടുന്നു? മർമ്മകം കാണപ്പെടുന്നു. ഇനി ഗോളാകൃതിയിൽ കാണപ്പെടുന്ന മർമ്മഭാഗമാണ് ഏത്? മർമ്മകം. അപ്പൊ മർമ്മകം ഗോളാകൃതിയിലാണ് കാണപ്പെടുന്നത്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗമാണ് മർമ്മകം. അപ്പൊ റൈബോസോം നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന മർമ്മഭാഗം ഏതാണ്? മർമ്മകം. ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ RNA-യുടെ ഒരു സജീവ നിർമ്മാണ കേന്ദ്രമാണ് ഏത്? മർമ്മകം. ഇതിന് എന്ത് ചെയ്തിട്ടില്ല? മർമ്മകത്തെ ഒരു സ്ഥലത്താല് വേർതിരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? മർമ്മദ്രവ്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. ഇനി മാംസ്യ സംശ്ലേഷണം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സജീവമായി നടക്കുന്നത് കൊണ്ട് വലിപ്പമേറിയ ധാരാളം മർമ്മകങ്ങൾ കാണപ്പെടുന്നുണ്ട്. മാംസത്തിന് സജീവമായി നടക്കുന്ന സ്ഥലങ്ങളിൽ മർമ്മകം ഒരു കാണപ്പെടുന്നുണ്ട്. ഇനി ഇതിന്റെ ആകൃതിയാണ് ഗോളാകൃതിയാണ്. പിന്നെ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് മർമ്മകം. കിട്ടിയോ? അടുത്ത മർമ്മരന്ധ്രം. എന്താണ്? മർമ്മരന്ധ്രം. എടാ നമ്മൾ നോർമലി സസ്യങ്ങൾ എടുക്കുമ്പോൾ എന്താണ്? ആസ്യരന്ധ്രം. എന്താണ് ആ സാധനം? സുഷിരം. അപ്പൊ ഈ രന്ധ്രം എവിടെ കേട്ടാലും എന്തായിരിക്കും സാധനം? സുഷിരം. അപ്പൊ മർമ്മരന്ധ്രം എന്തായിരിക്കും? മർമ്മസ്തരത്തിലുള്ള സുഷിരങ്ങൾ. മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ് മർമ്മരന്ധ്രം. ഈ സുഷിരങ്ങളിൽ കൂടി RNA, പ്രോട്ടീനുകൾ എന്നിവ കോശദ്രവ്യത്തിലേക്കും അവിടെ നിന്ന് തിരിച്ച് മർമ്മദ്രവ്യത്തിലേക്കും സഞ്ചരിക്കും. അപ്പോൾ എന്താണ്? നമ്മുടെ മർമ്മസ്തരത്തിൽ ഒരുപാട് സുഷിരങ്ങളുണ്ട്. ഈ സുഷിരങ്ങളെ വിളിക്കുന്ന പേരാണ് മർമ്മരന്ധ്രം. ഈ എന്താണ്? മർമ്മസ്തരത്തിലുള്ള ഈ സുഷിരങ്ങളിലൂടെ RNA എന്ത് ചെയ്യും? RNA-യും പ്രോട്ടീനും കോശദ്രവ്യത്തിലോട്ടും തിരിച്ച് എന്ത് ചെയ്യും? മർമ്മദ്രവ്യത്തിലോട്ടും സഞ്ചരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു മർമ്മസ്തരത്തിലുള്ള സുഷിരത്തിനെ വിളിക്കുന്ന പേരാണ് മർമ്മരന്ധ്രം. ഈ സുഷിരങ്ങളിലൂടെയാണ് RNA കോശദ്രവ്യത്തിലോട്ടും തിരിച്ച് അവിടെ നിന്ന് മർമ്മദ്രവ്യത്തിലോട്ടും സഞ്ചരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി മർമ്മത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തിനെ സഹായിക്കുന്നത് അപ്പൊ ആരായിരിക്കും? മർമ്മരന്ധ്രം. മർമ്മരന്ധ്രം വലിയ പാടുണ്ടോ? ഇല്ല. എന്താണ്? മർമ്മസ്തരത്തിലെ സുഷിരങ്ങളാണ്. ഈ സുഷിരങ്ങളിൽ കൂടി RNA-യും പ്രോട്ടീനുകളും എവിടെയാണ്? കോശദ്രവ്യത്തിലോട്ടും തിരിച്ച് മർമ്മദ്രവ്യത്തിലോട്ടും എന്താണ്? സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കാം? പദാർത്ഥ സംവഹനം. അതായത് നമ്മുടെ മർമ്മത്തിനകത്തേക്കും മർമ്മത്തിന് പുറത്തേക്കുമുള്ള പദാർത്ഥ സംവഹനത്തെ സഹായിക്കുന്ന ആളാണ് മർമ്മരന്ധ്രം. അടുത്ത മർമ്മദ്രവ്യം എന്തായിരിക്കും? മർമ്മത്തിനകത്തുള്ള ദ്രാവക ഭാഗം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മത്തിനുള്ളിലെ ദ്രാവക ഭാഗമാണ് മർമ്മദ്രവ്യം. മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും ചേർന്നാണ് ഇവിടെ കാണപ്പെടുന്നത്. എന്തൊക്കെ ഉണ്ട്? മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. അപ്പൊ മർമ്മദ്രവ്യത്തിൽ ആരൊക്കെയുണ്ട്? മർമ്മകവും ഉണ്ട്, ക്രോമാറ്റിൻ ജാലികയും ഉണ്ട്. മർമ്മകം നമുക്കറിയാം. ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? RNA നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് എന്തെന്ന് പറയുന്നത് മർമ്മകം. പിന്നെ മാംസ്യ സംശ്ലേഷണത്തിൽ സജീവ പങ്കുവയ്ക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? വലിയതായിട്ട് കാണപ്പെടുന്നു. ഗോളാകൃതിയാണ്. റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവയ്ക്കുന്നു പറയുന്നു. അതുപോലെ ഈ കോശദ്രവ്യത്തിനകത്ത് ആരൊക്കെ ഉണ്ട്? ഈ മർമ്മകവും ഉണ്ട്, ക്രോമാറ്റിൻ ജാലികയും ഉണ്ട്. ഇനി എന്തായിരിക്കും മർമ്മസ്തരം? നമ്മൾ നേരത്തെ പറഞ്ഞ് മർമ്മസ്തരത്തിലുള്ള സുഷിരങ്ങളാണ് എന്ത്? അപ്പൊ ആ ഒരു എന്താണ്? മർമ്മത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന രണ്ട് പാളികളുള്ള ഒരു സ്ഥലമാണ് ഏത്? മർമ്മസ്തരം. അപ്പൊ മർമ്മസ്തരം മർമ്മത്തെ ആവരണം ചെയ്തിരിക്കുന്ന രണ്ട് പാളികളുള്ള ഒരു സ്ഥലമാണ് മർമ്മസ്തരം. മർമ്മദ്രവ്യത്തിനും കോശദ്രവ്യത്തിനും ഇടയിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തെ എന്ത് ചെയ്യുന്നു? തടയുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ് മർമ്മസ്തരം അതിനകത്തുള്ള സുഷിരങ്ങൾ വഴിയാണ് കോശദ്രവ്യത്തിനകത്തോട്ടും കോശദ്രവ്യത്തിലോട്ടും മർമ്മസ്തരത്തിലോട്ടും എന്ത് ചെയ്യുന്നു പറഞ്ഞു? പദാർത്ഥങ്ങൾ സഞ്ചരിക്കണമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇത് രണ്ടിനെയും കൂടി ചേരാതെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സാധനമാണ് ആര്? മർമ്മസ്തരം. മർമ്മദ്രവ്യത്തിനും കോശദ്രവ്യത്തിനും ഇടയിൽ പദാർത്ഥങ്ങളുടെ സഞ്ചാരത്തിന് തടസ്സം നിൽക്കുന്ന ആളാണ് മർമ്മസ്തരം. ഇതിന്റെ ഇടയിലുള്ള മർമ്മരന്ധ്രം. മർമ്മരന്ധ്രത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? RNA-യും പ്രോട്ടീനും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇനി ഈ മർമ്മസ്തരത്തിനിടയിൽ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് പെരിന്യൂക്ലിയർ സ്ഥലം. എന്താണ്? പെരിന്യൂക്ലിയർ സ്ഥലം. അതായത് ഇത് രണ്ടിലെ ഇടയ്ക്ക് ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പെരിന്യൂക്ലിയർ സ്ഥലം. മർമ്മസ്തരത്തിനിടയിൽ കാണപ്പെടുന്ന ഭാഗമാണ് പെരിന്യൂക്ലിയർ സ്ഥലം.
മർമ്മസ്തരത്തിന്റെ ബാഹ്യസ്തരം അന്തർദ്രവ്യ ജാലികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ മർമ്മസ്തരം അതിന്റെ പുറം ഭാഗം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അന്തർദ്രവ്യ ജാലികയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയിൽ റൈബോസോമുകളും കാണപ്പെടുന്നുണ്ട്. ഇതിൽ എന്ത് കാണപ്പെടുന്നു? റൈബോസോമും കാണപ്പെടുന്നു. ഇനി ക്രോമാറ്റിൻ ജാലിക എന്താണ്? നമ്മൾ എവിടെ കാണുമെന്ന് പറഞ്ഞു നേരത്തെ? മർമ്മദ്രവ്യത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? മർമ്മകവും ക്രോമാറ്റിൻ ജാലികയും ഉണ്ട്. അപ്പൊ ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗം ചോദിച്ചാൽ ഏതാണ്? ക്രോമാറ്റിൻ ജാലികയാണ്. അപ്പൊ ജീനുകളെ ഉൾക്കൊള്ളുന്ന മർമ്മഭാഗമാണ് ക്രോമാറ്റിൻ ജാലിക. മർമ്മദ്രവ്യത്തിൽ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറുകളാൽ നിർമ്മിതമായ വലക്കണ്ണികൾ പോലെ എങ്ങനെയാ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന സാധനമാണ് എന്ത്? ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക അത് ക്രോമാറ്റിൻ ജാലിക എന്ന് കേൾക്കുമ്പോഴേ ഒരു ജാലിക, അപ്പൊ എന്താണ്? കെട്ടുപിണഞ്ഞാണ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, മർമ്മദ്രവ്യത്തിലാണ് ആരുള്ളത്? ക്രോമാറ്റിൻ ജാലിക ഉള്ളത്. അപ്പൊ ഈ മർമ്മദ്രവ്യത്തിലെ ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറുകളാൽ നിർമ്മിത, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ന്യൂക്ലിയോ പ്രോട്ടീൻ ഫൈബറുകൾ കൊണ്ട് നിർമ്മിച്ച വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ക്രോമാറ്റിൻ ജാലിക. ക്ഷാര സ്വഭാവമുള്ള നിറം പിടിപ്പിക്കാൻ കഴിയുന്ന മർമ്മത്തിന്റെ ഘടകത്തെ ക്രോമാറ്റിൻ എന്ന് നാമകരണം ചെയ്ത ആളാണ് ഫ്ലെമിംഗ്. ആരാണ്? ഫ്ലെമിംഗ്. അപ്പൊ ഇതിന് ക്രോമാറ്റിൻ എന്ന് പേര് കൊടുത്തത് ആരാണ്? ഫ്ലെമിംഗ്. ആരാണ്? ഫ്ലെമിംഗ്. ഫ്ലെമിംഗ്. എടാ ഇനി ഒരു സംഭവം ഉണ്ട്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് തന്നെ. ചിത്രം നോക്കി പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. നോക്കിക്കോ. മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. അതായത് നമ്മളിതാ ഇവിടെ പറയാം, നമ്മുടെ സെൻട്രോമിയർ ഇല്ലേ? നമ്മുടെ സെൻട്രോമിയർ, അതായത് സെൻട്രോമിയർ. ഈ സെൻട്രോമിയർ നമ്മൾ നേരത്തെ ഇപ്പൊ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു. എന്താണ്? ക്രോമസോമിലും കോശവിഭജന സമയത്ത് മാത്രം കാണപ്പെടുന്ന പ്രാഥമിക ആ സെൻട്രോമിയറിന്റെ പ്രാഥമിക ഇടുക്കാണെന്തെന്ന് പറഞ്ഞു. ആ പ്രാഥമിക ഇടുക്കാണ് എന്ത്? സെൻട്രോമിയർ. ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള എന്താണ്? ഡിസ്ക് പോലെ കാണപ്പെടുന്ന ഭാഗത്തിന് എന്തെന്ന് പറഞ്ഞു? കൈനറ്റോകോർ എന്ന് പറഞ്ഞു. ഇനി ഈ നോക്കിക്കോ, ഈ സാധനം ഇത് 4 രീതിയിൽ മാറും. ഒന്ന് നോക്കിയോ, മെറ്റാസെൻട്രിക് ക്രോമസോം. അപ്പൊ അത് നോക്കിയോ, ഈ ക്രോമസോം ഉണ്ടല്ലോ, ഇത് മെറ്റാസെൻട്രിക് ആവും. അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ മധ്യഭാഗത്തായി സെൻട്രോമിയർ എന്താണെന്ന് പറഞ്ഞു? ഇടുക്ക്. ഇതിന് തമ്മിൽ വേർതിരിക്കുന്ന പ്രാഥമിക ഇടുക്ക്. അപ്പൊ ഈ സെൻട്രോമിയർ, ഈ പ്രാഥമിക ഇടുക്ക് മധ്യഭാഗത്താണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറ്റാസെൻട്രിക്. എന്താണ്? മെറ്റാസെൻട്രിക്. ഇവയുടെ സെൻട്രോമിയറിന് ഇരുവശത്തുമുള്ള ഭാഗങ്ങൾ, അതായത് ഈ 2 ഭാഗം എങ്ങനെയായിരിക്കും? ഇവിടെ നടുക്കല്ലേ, അപ്പൊ 2 ഭാഗം എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് എന്ത്? മെറ്റാസെൻട്രിക്. കിട്ടിയ? അതായത് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ ക്രോമസോമിൽ സെൻട്രോമിയർ എവിടെ കാണപ്പെടും? മധ്യഭാഗത്ത് കാണപ്പെടും. അപ്പൊ എന്താണ്? അതിന്റെ ഇരുവശങ്ങളും തുല്യമായിരിക്കും. അതാണ് മെറ്റാസെൻട്രിക്. ഇനി സബ് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മധ്യഭാഗത്ത് നിന്ന് ആ സെൻട്രോമിയർ കുറച്ചെന്ത് ചെയ്യും? മാറും. ആ സമയത്ത് എന്ത് പറ്റും? ഇത് നമ്മൾ രണ്ടും ഒരുപോലെ ആയിരിക്കുമോ? അല്ല. ഇതിന് എന്ത് ചെയ്യും? മധ്യഭാഗത്ത് നിന്ന് കുറച്ച് അകലെയായി സെൻട്രോമിയർ കാണപ്പെടുന്ന ക്രോമസോമാണ്. ഇവയ്ക്ക് ഒരു ചെറിയ ഭാഗവും ഒരു വലിയ ഭാഗവും. സ്വാഭാവികമായിട്ട് നടുക്കെന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന സാധനം എന്ത് ചെയ്തു? ഇങ്ങനെ മാറി. അപ്പൊ എന്ത് ചെയ്തു? ഒരു വലിയ ഭാഗമായി ഒരു ചെറിയ ഭാഗമായി. അതാണ് ഏത്? സബ് മെറ്റാസെൻട്രിക് ക്രോമസോം. അപ്പൊ ക്രോമസോം നമുക്കറിയാം, അതിന്റെ ആകൃതി, അതിന്റെ നടുക്കുള്ള ആ പ്രാഥമിക ഇടുക്കാണ് സെൻട്രോമിയർ. ആ സെൻട്രോമിയർ നടുക്കാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസെൻട്രിക്. അവിടെ 2 ഭാഗങ്ങളും തുല്യമായിരിക്കും. ഇനി അത് ശകലം ഒന്ന് മാറുമ്പോഴത്തേക്കും അതിലെന്ത് ചെയ്യും? അതാണ് സബ് മെറ്റാസെൻട്രിക്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും. ഇനി അടുത്തതാണ് അക്രോസെൻട്രിക്. എന്താണ്? അക്രോസെൻട്രിക്. ഇവിടെ നമ്മൾ പറഞ്ഞില്ല, ഈ 2 സാധനം ഇത് ഏകദേശം എന്താണ്? ഇതിന്റെ അഗ്രഭാഗത്തോട് അടുത്ത് വരും. അഗ്രഭാഗത്തിന് അടുത്തായി ആര് വരും? ആ ഇടുക്കായ സെൻട്രോമിയർ വരും. അപ്പോഴാണ് എന്താണ്? അക്രോസെൻട്രിക് ക്രോമസോം. അപ്പൊ ഇവിടെ എന്തായിരിക്കും? വളരെ നീളം കുറഞ്ഞ ഒരു ഭാഗവും വളരെ വലിയ ഒരു ഭാഗവും ഉണ്ടായിരിക്കും. നീളം കുറഞ്ഞ ഒരു ഭാഗവും വളരെ വലിയ ഒരു ഭാഗവും ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? നമ്മൾ 3 എണ്ണം പറഞ്ഞു: മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്. ഇനി ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ സെൻട്രോമിയർ എവിടെയായിരിക്കും? ഏറ്റവും അറ്റത്ത്. ഇവിടെ മറ്റു സാധനം കാണാനേ പറ്റൂല. ഇതിന്റെ ഏറ്റവും അറ്റത്തായിരിക്കും ആയിരിക്കുന്നത് സെൻട്രോമിയർ ഇരിക്കുന്നത്. അതായത് ആ പ്രാഥമിക ഇടുക്ക് എവിടെയായിരിക്കും? ഏറ്റവും അങ്ങ് അറ്റത്തായിരിക്കും. അതാണ് ടീലോസെൻട്രിക്. കിട്ടിയോ? അപ്പോൾ എന്തൊക്കെയാണ് 4 എണ്ണം? മെറ്റാസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, അക്രോസെൻട്രിക്, ടീലോസെൻട്രിക്. കിട്ടിയല്ലോ. ഇനിയാണ് നമ്മൾ ആരെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്? കോശാംഗങ്ങളെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ. അതായത് ഈ കോശത്തിനകത്ത് കുറെ കോശാംഗങ്ങളുണ്ട്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ജീവധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഓക്കെ. കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുമുള്ള പദാർത്ഥ വിനിമയം നിർവഹിക്കുന്നത് ജീവസ്തരങ്ങളാണ്. ഇതിനകത്തുള്ള ജീവസ്തരങ്ങളാണ് കോശങ്ങൾ തമ്മിലും ഈ കോശാംഗങ്ങൾ തമ്മിലുള്ള പദാർത്ഥ വിനിമയത്തെ നിയന്ത്രിക്കുന്നത്. കോശത്തെ സമീപ കോശങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന ഭാഗമാണ്
കോശ സ്തരം അല്ലെങ്കിൽ സ്തരാവരണം. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നത് കൊണ്ട് ഈ സ്തരങ്ങളെ അറിയപ്പെടുന്ന പേരാണ് വർണ്ണധാര്യ സ്തരങ്ങൾ. ആവശ്യമുള്ളത് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി, ആവശ്യമില്ലാത്തവരൊക്കെ പുറത്ത് പോകുന്നു പറഞ്ഞിട്ട് കടത്തിവിടുന്ന ആൾക്കാർ ആരാണ്? വർണ്ണധാര്യ സ്തരങ്ങൾ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരി ഉത്തരം തിരഞ്ഞെടുക്കണം. എടാ നമ്മളിത് പഠിക്കാത്ത ക്വസ്റ്റ്യൻ പഠിച്ചിട്ട് നമുക്ക് പോകാം. ക്രമഭംഗോ ഊനഭംഗമാണ് കേട്ടോ. നമുക്ക് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കാമേ. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഏതാണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചത് കാൾ ബെൻഡയാണ്. മൈറ്റോകോൺട്രിയ എന്ന പേര് ആരാണ്? മൈറ്റോകോൺട്രിയ ബെൻഡ. മൈറ്റോകോൺട്രിയ ബെൻഡ. ഒരു കോശത്തിന് ആവശ്യമായ മൈറ്റോകോൺട്രിയ ധർമ്മം എന്താണ്? ഊർജം. അപ്പൊ ഒരു കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന കോശഭാഗമാണ് മൈറ്റോകോൺട്രിയ. അപ്പോൾ ഒരു കോശം ആ കോശത്തിന് ആവശ്യമായ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു, അതിനെ സംഭരിക്കുന്നു. ആര്? മൈറ്റോകോൺട്രിയ. അത്രയും കിട്ടുമല്ല, ഊർജം ഉൽപ്പാദിപ്പിക്കുന്നു, സംഭരിക്കുന്നു മൈറ്റോകോൺട്രിയ. അതുകൊണ്ട് തന്നെ ഇതിനെ കോശത്തിന്റെ ഊർജ നിലയം എന്ന് വിളിക്കുന്നു. അപ്പോൾ പവർ ഹൗസ് അല്ലെങ്കിൽ ഊർജ നിലയം ആരാണ്? കോശത്തിന്റെ മൈറ്റോകോൺട്രിയ. എടാ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളതാണ് നമ്മുടെ കരള്, തലച്ചോറ്, പേശി. നമ്മുടെ കരളിനും തലച്ചോറിനും പേശിക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത്. അപ്പൊ ഇവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ആരായിരിക്കും? മൈറ്റോകോൺട്രിയ. കാരണം ഊർജ്ജ നിലയമല്ലേ, ഊർജ്ജത്തെ സംഭരിക്കുന്നതും ശേഖരിക്കുന്നതും മൈറ്റോകോൺട്രിയ ആണ്. അപ്പോൾ നമ്മുടെ കരളിലും പേശിയിലും തലച്ചോറും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശാംഗമാണ് മൈറ്റോകോൺട്രിയ. ഈ മൈറ്റോകോൺട്രിയയെ ആവരണം ചെയ്ത ഇതാണ് മൈറ്റോകോൺട്രിയ കേട്ടോ. കണ്ടോ? മൈറ്റോകോൺട്രിയയെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം മൈറ്റോകോൺട്രിയയുടെ ഉൾഭാഗത്തെ 2 ജലീയ അറകളായി തിരിച്ചിരിക്കുന്നു. ഇതാ കണ്ട, ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതിനെ 2 അറകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. ഇവിടെ 2 അറ. അപ്പൊ ഒന്ന് ആന്തര അറ, ഒന്ന് ബാഹ്യ അറ. ഈ ആന്തര അറയിൽ എന്ത് നിറഞ്ഞിട്ടുണ്ട്? മാട്രിക്സ്. ആന്തര അറയിലാണ് മാട്രിക്സ്. ആന്തരസ്തരത്തിൽ നിന്നും മാട്രിക്സിലേക്ക് ഇതാ ഒരു ഉൾമടക്ക് കാണപ്പെടുന്നുണ്ടല്ലോ. ഈ ഉൾമടക്കിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രിസ്റ്റ. എന്താണ്? ക്രിസ്റ്റകൾ. അപ്പൊ നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയയെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്തരം മൈറ്റോകോൺട്രിയയുടെ ഉൾഭാഗത്തെ 2 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചിട്ടുണ്ട്. അതിൽ ആന്തര അറയിലാണ് മെട്രിക്സ് ഉള്ളത്. ഈ ആന്തര അറയിലെ മെട്രിക്സിലേക്ക് കാണപ്പെടുന്ന ഈ ഒരു ചുളിവിനെ, ഈ ഒരു മടക്കുകളെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റകൾ. ഈ പിക്ചർ നോക്കിയാലേ മനസ്സിലാവുള്ളേ. വായു ശ്വസനം നടക്കുന്നത് എവിടെ വെച്ചാണ്? ഈ മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? വായു ശ്വസനം നടക്കുന്നത്. സ്വന്തമായി DNA-യും റൈബോസോമും കാണപ്പെടുന്ന കോശഭാഗമാണ് ഏത്? മൈറ്റോകോൺട്രിയക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് DNA-യും ഉണ്ട്, റൈബോസോമും ഉണ്ട്. സ്വന്തമായിട്ട് DNA-യും റൈബോസോമും ഉള്ള ആളാണ് ആര്? മൈറ്റോകോൺട്രിയ. സ്വന്തമായി മാംസ്യ നിർമ്മാണ ശേഷിയുള്ള കോശഭാഗമാണ് മൈറ്റോകോൺട്രിയ. DNA-യും റൈബോസോമും എല്ലാം സ്വന്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് മാംസ്യ നിർമ്മാണ ശേഷി ആർക്കുണ്ട്? മൈറ്റോകോൺട്രിയക്ക് ഉണ്ട്. ഇനി ഓക്സിജനെയും ഇവരെ മെയിനായിട്ട് എന്താണ് ചെയ്യുന്നത്? ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയല്ലേ. അപ്പൊ ഇവിടെ ഉള്ള ഓക്സിജനെയും പോഷകങ്ങളെ എല്ലാം എന്താക്കി മാറ്റും? ഊർജ്ജമാക്കി മാറ്റും. ഓക്സിജനെയും പോഷകങ്ങളെ എല്ലാം എന്താക്കി മാറ്റും? ഊർജ്ജമാക്കി മാറ്റും. കോശത്തിന്റെ എനർജി കറൻസി ആരാണ്? ATP. ഏതാണ്? ATP. കോശത്തിലെ എനർജി കറൻസിയാണ് ATP. ഇനി ഈ മൈറ്റോകോൺട്രിയ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞു, മാട്രിക്സ്. ഏതാണ്? മാട്രിക്സ്. ഇനി ഈ ATPയിൽ നിന്നാണ് ഏതൊരു ജീവിത പ്രക്രിയക്കുമുള്ള ഊർജം ലഭിക്കുന്നത്. അപ്പൊ ഈ ATPയിൽ നിന്നാണ് എന്ത് കിട്ടുന്നത്? ഊർജം കിട്ടുന്നത്. ഈ ATP തന്മാത്രകളിൽ സംഭരിക്കുന്ന ഊർജമാണ് ശരീരത്തിലെ മെക്കാനിക്കൽ പ്രവർത്തനങ്ങൾക്കും പുതിയ രാസസംയുക്തങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് മെയിനായിട്ട് ഊർജം ഉണ്ടാവുന്നത്. അവിടെ നിന്നാണ് എല്ലാവരും എന്ത് ചെയ്യുന്നത്? എടുത്തുകൊണ്ട് പോകുന്നത്. മൈറ്റോകോൺട്രിയയുടെ വലിപ്പത്തിലും ആകൃതിയിലും വളരെയധികം വ്യത്യാസങ്ങൾ കാണപ്പെടുന്നു. എല്ലാം ഇതുപോലെ ഇരിക്കുമോ? ഇല്ല. അതിന്റെ വലിപ്പവും ആകൃതിയൊക്കെ എന്താണ്? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവയുടെ എണ്ണം കോശത്തിനുള്ളിൽ നടക്കുന്ന ശരീരധർമ്മ പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായി എന്ത് ചെയ്യും? മാറും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായിട്ട് ഇതിന്റെ എണ്ണത്തിൽ എന്ത് സംഭവിക്കും? വ്യത്യാസം സംഭവിക്കും. സുഷിരങ്ങളോട് കൂടിയ ബാഹ്യസ്തരവും അഗാധമായ മടക്കുകളോട് കൂടിയ ആന്തരസ്തരവുമാണ് ഇരട്ട സ്തരത്തിലുള്ളത്. ഒരു ബാഹ്യഭാഗവും കാണും, ഒരു ആന്തരഭാഗവും കാണും. അതില് സുഷിരങ്ങളോട് കൂടിയ ബാഹ്യഭാഗവും മടക്കുകളോട് കൂടിയ ആന്തരഭാഗവുമാണ് ആർക്കുള്ളത്? മൈറ്റോകോൺട്രിയയ്ക്ക് ഉള്ളത്. ആന്തര അറയിൽ എന്തുണ്ട്? മാട്രിക്സ് ഉണ്ട്. കോശത്തിന്റെ കെമിക്കൽ ഫാക്ടറി എന്നറിയപ്പെടുന്നത് അതാണ് മൈറ്റോകോൺട്രിയ ആണ്. കെമിക്കൽ ഫാക്ടറിയാണ്
മൈറ്റോകോൺട്രിയ. എടാ ഒന്നുമില്ല, നമ്മൾ ഒന്നാമത്തെ കോശാംഗം പഠിച്ചു. ആര്? മൈറ്റോകോൺട്രിയ. മെയിൻ ആയിട്ട് മൈറ്റോകോൺട്രിയ എന്ന് കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരും? കോശത്തിലെ ഊർജ്ജ നിർമ്മാണ കേന്ദ്രം. അതുകൊണ്ട് തന്നെ എന്തെന്ന് വിളിക്കും? പവർ ഹൗസ്. ഏറ്റവും കൂടുതൽ മൈറ്റോകോൺട്രിയ എവിടെയൊക്കെ കാണപ്പെടും? തലച്ചോറ്, കരള്, പേശി. കാരണം എന്താണ്? ഇവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ളത്. ഇനി മൈറ്റോകോൺട്രിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് 2 പാളികളാണുള്ളത്, അല്ലെങ്കിൽ 2 അറകളെന്ന് പറയാം. ഒരു ആന്തരാറ, അതിൽ എന്തുണ്ട്? സുഷിരങ്ങളുണ്ട്. ഇനി അകത്തോട്ട് മടങ്ങി ബാഹ്യ അറ, അതിന് എന്തുണ്ട്? സുഷിരങ്ങളുണ്ട്. ഇനി അകത്തിങ്ങനെ മടങ്ങിയിരിക്കുന്ന അകത്തോട്ട് മടങ്ങിയിരിക്കുന്ന ഭാഗമാണ് ആന്തരാറ. അതിനകത്ത് എന്ത് നിറഞ്ഞിട്ടുണ്ട്? മാട്രിക്സ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഓക്സിജനെയും ആ മടക്കിനെ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റ. ഇനി ഈ ഓക്സിജനും പോഷകഘടകങ്ങളും എല്ലാം എന്താക്കി മാറ്റും? അങ്ങോട്ട് വരുന്ന ഓക്സിജനും പോഷകഘടകങ്ങളെല്ലാം ഊർജ്ജമാക്കി മാറ്റും. ഈ കോശത്തിന്റെ ആ ഒരു എനർജി കറൻസിയെ വിളിക്കുന്ന പേരാണ് ATP. ഈ ATPയിലാണ് ഊർജ്ജം സംഭരിക്കുന്നത്. ഇതാണ് എല്ലാവർക്കും കൊണ്ട് എന്ത് കൊടുക്കുന്നത്? ഊർജ്ജം എല്ലായിടത്തും കിട്ടുന്നത്. ഇനി ഇതിന്റെ മൈറ്റോകോൺട്രിയയുടെ ആകൃതി, വലിപ്പം, എണ്ണം എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവരിലും വ്യത്യാസമായിരിക്കും. നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഊർജ്ജ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ എണ്ണത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വ്യത്യാസം വരയ്ക്കുന്നുണ്ട്. കിട്ടോ? പേര് പറ. മൈറ്റോകോൺട്രിയ. പിന്നെ ശരീരത്തിന്റെ കെമിക്കൽ ഫാക്ടറിയാണ് മൈറ്റോകോൺട്രിയ. അന്തർദ്രവ്യ ജാലിക. നേരത്തെ പറഞ്ഞതിൽ പെട്ടെന്നൊരു പോയിന്റ് പറ. അന്തർദ്രവ്യ ജാലിക. നമ്മൾ പറഞ്ഞല്ലോ അന്തർദ്രവ്യ ജാലിക. നമ്മൾ ക്രോമാറ്റിൻ ജാലികയാണ് പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് അന്തർദ്രവ്യ ജാലികയിലോട്ട് പോയി. അപ്പൊ നോക്കിയോ, അന്തർദ്രവ്യ ജാലിക. യൂക്കാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ വ്യക്തമായ കോശം അല്ല, മർമ്മം ഉള്ളത്. വ്യക്തമായ മർമ്മം ഉള്ളതാണ് യൂക്കാരിയോട്ടുകൾ. അപ്പൊ യൂക്കാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലികാ രൂപാന വ്യാപിച്ചിരിക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക. കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് അന്തർദ്രവ്യ ജാലിക. ഈ കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് ആരാണ്? അന്തർദ്രവ്യ ജാലിക. അതാ കണ്ടോ, ഇതാണ് കുഴലുകളോട് കൂടിയ സാധനമാണ്. കണ്ട, ഇതാണ് അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിലെ അപ്പൊ സംവഹനം നടത്തില്ലേ, പദാർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവില്ലേ. അപ്പൊ ഇതിനെന്തെന്നറിയപ്പെടാം? സഞ്ചാരപാത. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് അന്തർദ്രവ്യ ജാലിക. അത് എന്തുകൊണ്ടെന്ന് ആലോചിക്കണം. എന്താണ്? കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നു. പദാർത്ഥത്തിനെ സംവഹിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുക. അതുകൊണ്ട് അതിനെ എന്തെന്ന് വിളിക്കുന്നു? സഞ്ചാരപാത. കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് ക്രോമാറ്റിൻ ജാലിക. അന്തർദ്രവ്യ ജാലിക. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്ന ഭാഗമാണ് അന്തർദ്രവ്യ ജാലിക. കോശത്തിന് എന്ത് കൊടുക്കുന്നു? നല്ല ദൃഢതയും ആകൃതിയും കൊടുക്കുന്നു. കോശ അസ്ഥികൂടമാണ് ആര്? അന്തർദ്രവ്യ ജാലിക. ദൃഢതയും ആകൃതിയും കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതിനെന്തെന്നറിയപ്പെടും? കോശാസ്ഥികൂടം എന്നറിയപ്പെടും. ഇവ കോശത്തിനകത്തുള്ള സ്ഥലം കോശത്തിനകത്തുള്ള സ്ഥലം 2 വ്യക്തമായ അറകളായി വേർതിരിച്ചിട്ടുണ്ട്. അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗമാണ്, അറിയാവോ? നമുക്ക് അറിയാം, കിട്ടാത്തതാണ്, ലൂമിനൽ ഭാഗം. ഓർമ്മയുണ്ട? കിട്ടിയില്ലേ? ലൂമിന. ഓക്കെ. അപ്പൊ ലൂമിനൽ ഭാഗം കേട്ടോ. അപ്പൊ ഈ അന്തർദ്രവ്യ ജാലികയ്ക്ക് 2 ഭാഗങ്ങളുണ്ട്. അതിന്റെ അകത്ത ഭാഗമാണ് ഏത്? ലൂമിനൽ ഭാഗം. പുറം ഭാഗമാണ് കോശദ്രവ്യം. അപ്പോ കോശത്തിനുള്ളിൽ എന്താണ് സ്ഥലം? 2 വ്യക്തമായ അറകളായി ഇതിനെ വേർതിരിക്കുന്നുണ്ട്. അന്തർദ്രവ്യ ജാലികയുടെ ഉൾഭാഗമാണ് ലൂമിനൽ ഭാഗവും അന്തർദ്രവ്യ ജാലികയുടെ പുറം ഭാഗമാണ് കോശദ്രവ്യം. ബാഹ്യപ്രതലത്തിൽ, ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്ത്, ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടുന്ന അന്തർദ്രവ്യ ജാലികയാണ്. റൈബോസോം ഉള്ള അന്തർദ്രവ്യ ജാലികയുണ്ട്. റൈബോസോം ഉണ്ടെങ്കിൽ എന്തെന്ന് പറയും? പരുപരുത്ത അന്തർദ്രവ്യ ജാലിക, അല്ലെങ്കിൽ RER, റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. RER. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടുന്ന അന്തർദ്രവ്യ ജാലികയാണ് പരുപരുത്ത അന്തർദ്രവ്യ ജാലിക, അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം. ഇനി ഇതേ സെയിം സാധനം തന്നെ ബാഹ്യപ്രതലത്തിൽ എന്ത് കാണൂല? റൈബോസോം കാണൂല. അപ്പൊ അതിനെന്തെന്ന് വിളിക്കും? മിനുസമുള്ള, അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അല്ലെങ്കിൽ മിനുസമുള്ള അന്തർദ്രവ്യ ജാലിക. ഓക്കെ ആണോ? ഇനി ഓക്കെ, ഈ RER എന്ന് പറഞ്ഞാൽ എന്താണ്? റഫ് അല്ലെങ്കിൽ പരുപരുത്ത. ഇത് സാധാരണയായിട്ട് മാംസ്യ സംശ്ലേഷണം, സ്രവിപ്പിക്കൽ എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. മാംസ്യ സംശ്ലേഷണവും സ്രവിപ്പിക്കലും നടക്കുന്ന കോശങ്ങളിലാണ് ആര് കാണപ്പെടുന്നത്? RER കാണപ്പെടുന്നത്. ഇനി SCR ആണെങ്കിലോ ജന്തുകോശങ്ങളിൽ ലിപ്പിഡുകൾ പോലെയുള്ള സ്റ്റിറോയിഡ് ഹോർമോണുകളെയാണ് ഇവ നിർമ്മിക്കുന്നത്. ജന്തുകോശത്തിൽ ലിപ്പിഡ് പോലെയുള്ള സ്റ്റിറോയിഡ് ഹോർമോണിനെ നിർമ്മിക്കുന്ന ആളാണ് ആര്? SER. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയോ, നമ്മളിപ്പോ പഠിച്ചത് ആരെയാണ്?
അന്തർദ്രവ്യ ജാലികയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നമ്മൾ പറഞ്ഞു യൂകാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലിക രൂപേണ എന്താണ് വ്യാപിച്ചു കിടക്കുന്ന ചെറിയ കുഴലുകളോട് കൂടിയ ഒരു കോശ സമൂഹമാണ് ആര്? അന്തർദ്രവ്യ ജാലിക. ഇത് പദാർത്ഥ സംവഹനം നടത്തുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ എന്തെന്ന് വിളിക്കാം? സഞ്ചാരപാത എന്ന് വിളിക്കാം. ഇനി കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് കൊണ്ട് തന്നെ കോശാസ്ഥികൂടം എന്ന് വിളിക്കും. ഇതിന് എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 2 ഭാഗമുണ്ട്. ഒന്ന് അകം ഭാഗമാണ് ലൂമിനൽ ഭാഗം, പുറത്താണെങ്കിൽ കോശദ്രവ്യം. ഇനി ഇതിനകത്ത് ഇതിന്റെ പുറം ഭാഗത്ത് റൈബോസോം ഉള്ള അന്തർദ്രവ്യ ജാലികയാണെങ്കിൽ പരിപരുത്തത് അല്ലെങ്കിൽ ആറിയർ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ഈ പുറം ഭാഗത്ത് തന്നെ റൈബോസോം ഇല്ലാത്തതാണെങ്കിൽ മിനുസമുള്ളത്. ഇനി ഈ ആറിയാർ ഉണ്ടെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത്? സ്രവിപ്പിക്കലും ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത് ICR ആണെങ്കിലോ ജന്തുക്കളിൽ എന്താണ് സ്റ്റിറോയിഡ് പോലുള്ള ഹോർമോണുകളെ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? കിട്ടിയ 2 എണ്ണം. മൈറ്റോകോൺട്രിയ എന്ന പേര് നിർദ്ദേശിച്ചാര്? ബെൻഡ. ഇനി ഇപ്പൊ എൻഡോപ്ലാസ്മിക് ഫ്ലെമിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അടുത്ത് അന്തർദ്രവ്യ ജാലിക നമ്മളിപ്പോ പറഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് റൈബോസോം. കേൾക്കുമ്പോൾ എന്ത് ഓർമ്മ വരും? അത്രേ ഉള്ളൂ. അപ്പൊ റൈബോസോം എന്ന ചെറു തരികളായുള്ള കോശാംഗങ്ങളെ ആദ്യമായി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച വ്യക്തിയാണ് റൈബോസോം. ഇത് കണ്ട ഈ ഒരു ആകൃതി കണ്ട ആടപ്പായസത്തിലേക്ക് പോയിരിക്കണില്ലേ? കൊളയട്ടെ. എടാ ഇത് നീ എടുത്ത് നോക്ക്. അത് വെച്ചിട്ട് ജോർജ് പലാഡെ റൈബോസോം ആരാണ്? പലാഡെ. ആദ്യമായി മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ച ആരാണ്? പലാഡെ, ജോർജ് പലാഡെ. റൈബോസോമുകൾ നിർമ്മിച്ചിരിക്കുന്നത് റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ്. എന്തൊക്കെ കൊണ്ടാണ്? റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും കൊണ്ടാണ്. എന്തൊക്കെ കൊണ്ടാണ്? റൈബോ ന്യൂക്ലിക് ആസിഡും പ്രോട്ടീനും. റൈബോസോമിന് സ്ഥരാവരണം വല്ല ഉണ്ടാണ്? ഇതിന് സ്ഥരാവരണമൊന്നും ഇല്ല. റൈബോസോമിന് സ്ഥരാവരണം ഇല്ല. ഓരോ റൈബോസോമിനും വലുതും ചെറുതുമായ 2 ഉപയൂണിറ്റുകളുണ്ട്. കോശത്തിലെ മാംസ നിർമ്മാണ കേന്ദ്രമാണ് ആര്? റൈബോസോം. മനുഷ്യ ശരീരത്തിലെ പ്രോട്ടീൻ ഫാക്ടറിയാണ് ആര്? റൈബോസോം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്ന് അല്ലെങ്കിൽ കോശദ്രവ്യത്തിലോ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? സ്വതന്ത്രമായി കാണപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ റൈബോസോം ഉണ്ടെങ്കിൽ RER, റൈബോസോം ഇല്ലെങ്കിൽ SCR. അപ്പോൾ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ ആണ് ആര് കാണപ്പെടുന്നത്? റൈബോസോം കാണപ്പെടുന്നത്. റൈബോസോമുകളിൽ നിർമ്മിക്കപ്പെട്ട മാംസ്യം കോശത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ സഞ്ചാരപാത ആരാണ്? അന്തർദ്രവ്യ ജാലിക അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പോൾ ഈ റൈബോസോമിൽ എന്തുണ്ടാക്കി? മാംസ്യം എല്ലാം ഉണ്ടാക്കി. ഇതിനെ പല ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്ന ആളാണ് ആര്? അന്തർദ്രവ്യ ജാലിക. കോശത്തിനുള്ളിൽ റൈബോസോമുകൾ കോശദ്രവ്യത്തെ കൂടാതെ അന്തർദ്രവ്യ ജാലികയുടെ പുറത്തും മറ്റു കോശാംഗങ്ങളായ ഹരിതകണം, സസ്യങ്ങളിലെ മൈറ്റോകോൺട്രിയ എന്നിവയുടെ ഉള്ളിലും ആര് കാണപ്പെടുന്നുണ്ട്? റൈബോസോമുകൾ കാണപ്പെടുന്നുണ്ട്. റൈബോസോം ആരാണ് ആദ്യമായി നിരീക്ഷിച്ചത്? ജോർജ് പലാഡെ. എന്താണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്? ഇല്ല. പിന്നെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. ഇനി എല്ലാ റൈബോസോമിലും എന്താണ്? 2 ഉപയൂണിറ്റുകൾ കാണപ്പെടുന്നുണ്ട്. ഇത് അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായിട്ടോ കാണപ്പെടും. ഇവിടെ എല്ലാം എന്താണ്? മാംസം നിർമ്മിക്കുന്നുണ്ട്. ഈ മാംസത്തെ അന്തർദ്രവ്യ ജാലിക എന്തെങ്കിലും കൊണ്ടുവന്ന് ബാക്കിയുള്ള എല്ലായിടത്തോട്ടും കൊടുക്കും. ഓക്കെ അല്ലേ? അടുത്ത ഫേനം. എന്താണ് ഫേനം? ഇതാണ് ഫേനം. കണ്ടോ? അന്തർദ്രവ്യ ജാലികയ്ക്ക് സ്ഥരാവരണം ഇല്ല. ഇതാണ് ഫേനം. ഇത് മറ്റ് മൊത്തത്തിലുള്ള മർമ്മം. ഇത് ഫേനം. സസ്യകോശങ്ങളിൽ വളരെ വലുതായും ജന്തുകോശങ്ങളിൽ വലിപ്പം തീരെ കുറഞ്ഞും കാണപ്പെടുന്ന കോശാംഗമാണ് ഫേനം. അപ്പൊ ഫേനം മെയിൻ ആയിട്ട് ആരിലാണുള്ളത്? സസ്യകോശങ്ങളിലാണ്. സസ്യകോശത്തിൽ വളരെ വലുതായും എന്നാൽ ജന്തുകോശങ്ങളിൽ വളരെ കുറഞ്ഞും കാണപ്പെടുന്ന കോശ അംഗമാണ് ആര്? ഫേനം. ആരാണ്? ഫേനം. ഒറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനം. എടാ നോക്ക്, ഇതിനൊരൊറ്റ ആവരണം മാത്രമല്ലേ ഉള്ളൂ. ഒരൊറ്റ സ്ഥലത്താൽ പൊതിയപ്പെട്ട് കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ആര്? ഫേനം. അറകൾ പോലെ
എന്താണ് ഒറ്റ സ്ഥല ആവരണം കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന സാധനമാണ് ആര്? ഫേനം. എന്താണ് ഈ ഫേനം ചെയ്യുന്നത്? ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്നു. ജലം, ലവണം, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന ആളാരാണ്? ഫേനം. അങ്ങനെ